ഹായ് ഡിയേഴ്സ്, മഹാലക്ഷ്മി ലേറ്റസ്റ്റ് പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് കണ്ണൻ്റെയും മഹാലക്ഷ്മിയുടെയും അതുപോലെ തന്നെ ഉണ്ണീൻ്റെയും കരുണേൻ്റെയും ഒക്കെ വെഡിങ് ആനിവേഴ്സറി ആയതുകൊണ്ട് തന്നെ എന്തായാലും ആരെങ്കിലുമൊക്കെ വീട്ടിൽ വരുമെന്നുള്ളൊരു ഇതെന്തായാലും ഇതിനുണ്ട് നമ്മുടെ ദുർഗയ്ക്കുണ്ട്. അതുകൊണ്ട് തന്നെ രാവിലത്തെ കോളിംഗ് ബെല്ലിൽ ആരെങ്കിലും ഒരാൾ കാണാൻ വന്നതായിരിക്കും നല്ല രീതിയിൽ എന്ത് ചെയ്തിട്ടുണ്ട് ദുർഗയ്ക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ദുർഗ പോയി വാതിൽ തുറക്കുന്ന സമയത്ത് അത് മോഹിനിയാണ്. അപ്പോൾ മോഹിനി എന്തായാലും വന്നിട്ടുണ്ടാവുക നമ്മുടെ കണ്ണനെയും മഹാലക്ഷ്മിനെയും കാണാനായിട്ടായിരിക്കും, അവർക്കുള്ള കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ടായിരിക്കും എന്ന് മനസ്സിലായിട്ട് വലിയ രീതിയിലുള്ള മൈൻഡൊന്നും എന്തെയ്യുന്നില്ല, ചെയ്യുന്നില്ല. അപ്പം മോഹിനിയാണെങ്കിൽ വേഗം തന്നെ കണ്ണൻ്റെയും മഹാലക്ഷ്മിയുടെ അടുത്തേക്ക് പോകുന്നുണ്ട്. എന്നിട്ട് അവരോട് സന്തോഷ വാർത്തകളൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് അവൾ ഉണ്ടാക്കിയിട്ടുള്ള പലഹാരങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട് അവർക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പം മഹി പ്രത്യേകിച്ച് ചോദിക്കുന്നുണ്ട്, കരുണയ്ക്കുള്ള പലഹാരങ്ങളൊക്കെ അമ്മ അവിടെ എടുത്ത് വെച്ചിട്ടില്ല, ഇനിയിപ്പോൾ ഇതിൻ്റെ പേരിലൊരു പ്രശ്നം ഉണ്ടാവേണ്ട, അമ്മ അതൊക്കെ എടുത്ത് വെച്ചിട്ടല്ലേ ഇങ്ങോട്ടേക്ക് വന്നതെന്ന് പറയുന്നുണ്ട്. അപ്പം നമ്മുടെ മോഹിനി പറയുന്നുണ്ട്, ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്, അതുപോലെ ചെയ്തിട്ടുണ്ട്, അവൾക്കുള്ള കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ഇന്നലെ ഉണ്ണി വിളിച്ചപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഞാൻ പറഞ്ഞതാണ് അവളോട് ഇങ്ങോട്ടേക്ക് വന്നിട്ട് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം നോക്കി ഇവിടെ നിന്നോ, നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഉണ്ണീനെ നല്ല രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും, കൊണ്ടുപോകാൻ പറ്റും, അവന് ചെറിയ ചെറിയ പ്രശ്നങ്ങളേ ഉള്ളൂ, ആ ഒരു പ്രശ്നങ്ങളെല്ലാം മാറ്റി നല്ലപോലെ കണ്ണനോട് നിന്ന് കഴിഞ്ഞാൽ കണ്ണൻ എന്ത് ചെയ്യും, അവൻ അർഹതപ്പെട്ട എല്ലാ കാര്യങ്ങളും കൊടുക്കും എന്നൊക്കെ ഞാൻ പറഞ്ഞതാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കണ്ണൻ പറയുന്നുണ്ട്, അവർക്കൊന്നും അതല്ലല്ലോ വേണ്ട, എൻ്റെ സ്വത്തുക്കൾ മുഴുവനായിട്ട് അവർക്ക് എടുത്തിട്ട് അവർക്ക് എന്ത് ചെയ്യണം, എന്നെ മഹാലക്ഷ്മിനെ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കണം, എന്നിട്ട് ഈ ഒരു സ്വത്തുക്കളൊക്കെ ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്യണം എന്നുള്ളൊരു ദൂർത്ത് മാത്രമാണ് ഈ ഒരു കരുണയ്ക്കുള്ളത്. അതുപോലെ തന്നെ അവളുടെ അച്ഛനും മുത്തശ്ശിക്കൊക്കെ ഈ ഒരു ചിന്ത മാത്രമാണുള്ളത്, എങ്ങനെയെങ്കിലും എന്നെ മഹാലക്ഷ്മിനെ തളർത്തി എന്നെ മഹാലക്ഷ്മിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടല്ലേ അവരൊക്കെ ശ്രമിക്കുന്നതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് മോഹിനിയോട് പറയുന്നുണ്ട്. അപ്പോൾ മോഹിനി പറയുന്നുണ്ട്, അതൊക്കെ ശരിയാണ് മോനെ, എന്തായാലും അവൾക്ക് എന്ത് ചെയ്യണം, ഉണ്ണിയായിട്ടുള്ള വിവാഹമോചനം വേണമെന്നൊക്കെയാണ് പറയുന്നത്. ഇതിപ്പോൾ കല്യാണം കഴിച്ചിട്ട് അത്രയൊക്കെ ആയിട്ടല്ലേ ഉള്ളൂ, ഈ ഒരു പ്രശ്നങ്ങളൊക്കെ കൊണ്ട് അവൾ വീട്ടിൽ വന്നിരുന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് അവളുടെ ലൈഫ് മുന്നോട്ടേക്ക് കൊണ്ടുപോകാന്നൊക്കെ എന്ത് ചെയ്യുന്നത് പരസ്പരം ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ കണ്ണും പറയുന്നുണ്ട്, ഈ ഒരു സന്തോഷ ദിവസത്തിൽ എന്ത് ചെയ്യാം, നമുക്ക് അതൊക്കെ മാറ്റി വെക്കാം, ഇന്ന് നമുക്ക് എന്തായാലും ആഘോഷിക്കാനുള്ള ദിവസങ്ങളൊക്കെ അല്ലേ, അപ്പം എന്ത് ചെയ്യാം, നമുക്ക് ആഘോഷിക്കാമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ കണ്ണനും മഹാലക്ഷ്മിയും മോഹിനിയും കൂടി എന്ത് ചെയ്യുന്നുണ്ട് അവരുടെ ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറി നല്ല രീതിയിൽ ആഘോഷിക്കുന്നുണ്ട്. ഇവരുടെ കൂടെ വരാനായിട്ട് അനന്തവും മാർക്കോയും ലോപ്പസും ഒക്കെ വരുന്നുണ്ട്. വാമനാണെങ്കിൽ നല്ല രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, മേഘാതനെ ഉപദേശിക്കുന്നുണ്ട്, ഇനിയെങ്കിലും നിന്റെ കാര്യങ്ങളൊക്കെ നിർത്തിയിട്ട് കണ്ണനോട് നല്ല രീതിയിൽ നിൽക്ക്, കണ്ണനോട് എത്രത്തോളം നല്ല രീതിയിൽ നിൽക്കുന്നോ അത്രത്തോളം നിനക്ക് നല്ലതേ ഉണ്ടാവുള്ളൂ. അതുമാത്രമല്ല, ഇനിയിപ്പോൾ കണ്ണനെ എന്തെങ്കിലും ചെയ്യാനായിട്ട് നീ ശ്രമിച്ചു കഴിഞ്ഞാൽ അതൊന്നും എന്തില്ല, അവൻ ഏൽക്കില്ല, അവൻ്റെ കൂടെ എന്ത് ചെയ്തിട്ടുണ്ട് ഒരു ശക്തിയുണ്ട്, ആ ശക്തി അവൻ്റെ ഭാര്യ തന്നെയാണ്, മഹാലക്ഷ്മി തന്നെയാണ്. അതുകൊണ്ട് എന്ത് ചെയ്യേണ്ട, നിനക്ക് നിന്റെ കാര്യങ്ങൾ നോക്കി ജയിച്ചു കഴിഞ്ഞാൽ നിനക്ക് നല്ലതെന്നൊക്കെ പറയുന്നുണ്ട്. മുത്തശ്ശീനെയും പ്രതാപനെയും വിളിച്ച സമയത്ത് കരുണ എന്ത് ചെയ്യുന്നില്ല, ഉണ്ണിയായിട്ടുള്ള ഒരു ബന്ധം ഇനി തുടരുന്നില്ല, അവൾക്ക് എന്ത് ചെയ്യണം, ഡൈവേഴ്സ് വേണം, ഇനി അങ്ങോട്ടേക്ക് കമലേശ്വരത്തേക്ക് അവൾ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു പിടിവാശിയിലാണെന്ന് പറഞ്ഞത്. അതുമാത്രമല്ല, ഇനിയിപ്പോൾ കണ്ണനും മഹാലക്ഷ്മി നല്ല രീതിയിലുള്ള ഒരു കുടുംബജീവിതമൊക്കെ തുടങ്ങി അവർക്ക് അങ്ങനെ ഒരു കുഞ്ഞിക്കാർ ജനിച്ചു കഴിഞ്ഞാൽ കരുണയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, തീരെ അവിടെ നിൽക്കാനായിട്ട് പറ്റില്ല എന്നൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് ഇവനോട് ഇങ്ങനെ പറയുന്നുണ്ട്. കണ്ണനെ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കിയാൽ മാത്രമേ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, എൻ്റെ ഉള്ളിലുള്ള ഈ ഒരു ദേഷ്യവും വാശിയും ഒക്കെ അടങ്ങുള്ളൂ. അതുപോലെ തന്നെ ആ മാർക്കോനെയും ലോപ്പസിനെയും അനന്തുവിനെയും ഒക്കെ എന്ത് ചെയ്യും, ഞാൻ ഇല്ലാതാക്കും, എന്നിട്ട് സാഗറിനെയും ഇല്ലാതാക്കിയതിന് ശേഷം ഞാൻ എന്ത് ചെയ്യും, മഞ്ജുവിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരും, ഈ ഒരു കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ട് മാത്രമേ എൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ അവസാനിപ്പിക്കുള്ളൂ എന്ന് ഇങ്ങനെ മേഘാതൻ എന്തിനെ തറപ്പിച്ച് പറയുന്നുണ്ട്. ഇപ്പം എന്തായാലും അവരുടെ ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറി അല്ലേ, ആ വെഡിങ് ആനിവേഴ്സറി അവർക്ക് ഇഷ്ടമുള്ളതുപോലെ അവർ ആഘോഷിക്കട്ടെ, അവരുടെ ആഘോഷങ്ങളൊക്കെ തീരുമ്പോൾ എന്ത് ചെയ്യും, അവർക്ക് കരയാനുള്ള വാർത്തയായിട്ട് ഞാൻ എന്തായാലും പോകുമെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പം നമ്മുടെ വാമദേവൻ പറയുന്നുണ്ട്, നീ ഇങ്ങനെ കുറേ തവണയായല്ലോ പറഞ്ഞിട്ട്, നീ പറയുന്നതല്ലാതെ എന്തെങ്കിലും ഒരു കാര്യം നടക്കുന്നത് നീ കാണുന്നുണ്ടോ, അതുപോലെ തന്നെ മാർക്കോനെ പേടിച്ചിട്ട് ഈ വീട്ടിലിരിക്കാന്നല്ലാണ്ട് പുറത്ത് പോലും ഇറങ്ങാനായിട്ട് നിനക്ക് പറ്റുന്നില്ലല്ലോ, അതുകൊണ്ട് എന്ത് ചെയ്യുക, നീ നിന്റെ വാശിയും ദേഷ്യവും ഒക്കെ മാറ്റി വെച്ച് എല്ലാ കാര്യങ്ങളും മതിയാക്കിയിട്ട് കണ്ണനോട് നല്ലതുപോലെ നിൽക്കുക, കണ്ണനോട് നല്ലതുപോലെ നിന്ന് കഴിഞ്ഞാൽ നിനക്ക് എന്ത് ചെയ്യുക, ആ കമ്പിൽ എന്തെങ്കിലും ഒരു ജോലി എന്ത് ചെയ്യാൻ തരും. വാമദേവൻ കണ്ണനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നതോ കണ്ണൻ്റെ വക്കാലത്ത് പിടിക്കുന്നതോ മഹാലക്ഷ്മിനെ പൊന്തിച്ച് പറയുന്നത് എന്ത് ചെയ്യുന്നില്ല, നമ്മുടെ മേഘാതനെ തീരെ പിടിക്കുന്നില്ല. മേഘാതൻ്റെ ഈഗോനെ അത് വല്ലാണ്ട് ഹേർട്ടാക്കുന്നുണ്ട്. അതുപോലെ തന്നെ മേഘാതൻ ഇനി എന്തെങ്കിലും കൊടുചതികളൊക്കെ ചെയ്തിട്ട് അവനെ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കാനായിട്ടുള്ള ഓരോ ശ്രമങ്ങൾ ഇങ്ങനെ ആലോചിക്കുകയാണ്. എന്തായാലും എന്തെങ്കിലും ഒരു വഴി ഉണ്ടാവുന്നു, ആ വഴിയിൽ എന്തായാലും എല്ലാ കാര്യങ്ങളും തെളിഞ്ഞിട്ട് അവനെ തിരിച്ച് കമലേശ്വരം ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ഒറ്റയ്ക്ക് നേടാൻ പറ്റുന്നുള്ള ഒരു വിശ്വാസത്തിലാണ് നമ്മുടെ മേഘാതനുള്ളത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറി, കണ്ണൻ്റെയും മഹാലക്ഷ്മിയുടെയും ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറി ആഘോഷങ്ങളൊക്കെ നല്ല രീതിയിൽ മുന്നോട്ടേക്ക് പോകുന്നുണ്ട്. അപ്പം ഇനിയിപ്പോൾ കണ്ണൻ്റെ കാര്യങ്ങളൊക്കെ എല്ലാവരെയും അറിയിക്കാനുള്ള നിമിഷങ്ങളൊക്കെ വന്നു ചേരും, നമുക്ക് അടുത്ത എപ്പിസോഡുകളിലേക്ക് കണ്ടറിയാം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പ്രമോ റിവ്യൂവിൽ കാണിച്ചത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് സബ്സ്ക്രൈബും ചെയ്യാം.